ഒരു മനുഷ്യൻ എല്ലായ്പ്പോഴും ദുഃഖിതനായിരുന്നു. എന്തെങ്കിലും സംഭവം നടന്നാൽ അയാൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അയാളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഒരു ദിവസം അയാൾ ഒരു സന്യാസിയെ പോയി കണ്ട് ഇപ്രകാരം പറഞ്ഞു: ഗുരു, ഞാൻ വളരെയേറെ ക്ഷീണിതനാണ്. എൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണ്. എന്തെങ്കിലും കാര്യമുണ്ടായാൽ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ല. ദയവായി ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്കൊരു ഉപായം പറഞ്ഞു തരും. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇതിനുള്ള പരിഹാരം ഞാൻ തീർച്ചയായും പറഞ്ഞു തരാം. അതിനായി നാളെ രാവിലെ നദിക്കരയിലേക്ക് വരിക. അടുത്ത ദിവസം രാവിലെ അയാൾ നദിക്കരയിലെത്തി ഗുരുവിനെ കണ്ടു. ഗുരു അയാളുടെ കയ്യിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു: ഈ പാത്രത്തിൽ ജലം നിറച്ചതിന് ശേഷം നദിയുടെ മറുകരയിലേക്ക് കൊണ്ടുവരണം. പക്ഷേ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴാൻ പാടില്ല. അങ്ങനെ ആ മനുഷ്യൻ പാത്രത്തിൽ ജലം നിറച്ച് സസൂക്ഷ്മം നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ചിലരൊക്കെ അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. അയാൾ നിൽക്കുകയോ ആർക്കും മറുപടി കൊടുക്കുകയോ ചെയ്തില്ല. തിരിഞ്ഞു നോക്കിയില്ല. അയാളുടെ ശ്രദ്ധ മുഴുവൻ ആ പാത്രത്തിലായിരുന്നു. ഒടുവിൽ അയാൾ നദിയുടെ മറുകര എത്തിയപ്പോൾ ഗുരു ഇപ്രകാരം ചോദിച്ചു: വരുന്ന വഴിയിൽ നീ ആരെയൊക്കെയാണ് കണ്ടത്? അയാൾ പറഞ്ഞു: ഞാൻ ആരെയും കണ്ടില്ല. എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ പാത്രത്തിലായിരുന്നു. അപ്പോൾ ഗുരു മറുപടി പറഞ്ഞു: മകനെ, ഇതാണ് ജീവിതത്തിൻ്റെ രഹസ്യം. നമ്മുടെ ശ്രദ്ധ ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയുന്നു, എന്തു സംഭവിക്കുന്നു, എന്തു സംഭവിക്കുന്നില്ല, ഇതൊക്കെ ആലോചിച്ച് മനസ്സ് അസ്വസ്ഥമാകും. പക്ഷേ നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പുറം ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് നിന്നെ അലട്ടാനാകില്ല.